നമസ്കാരം. CRC നടത്തുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഭിന്നശേഷിക്കാരും കൂടും എന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള വെബിനാർ പരമ്പരയിലേക്ക് സ്വാഗതം. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടും ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ICMR ഭിന്നശേഷി ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള പ്രത്യേകമായ ഗൈഡൻസ് ഡോക്യുമെന്റ് ആണ്. ഗൈഡൻസ് ഡോക്യുമെന്റ് ഫോർ ഹെൽത്ത് സിസ്റ്റം റെസ്പോൺസ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഫങ്ഷണൽ ഇമ്പയർമെന്റ് ഡ്യൂറിംഗ് പാൻഡമിക് ഓഫ് കോവിഡ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ ഗഹനമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തന്നെ ഗൈഡൻസ് ഡോക്യുമെന്റ് ICMR പുറപ്പെടുവിച്ചത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വെബിനാർ പരമ്പര നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇത് അമർത്യ സെന്നിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ്. ഡിസേബിൾഡ് പീപ്പിൾ ആർ നോട്ട് ഓൺലി ദ മോസ്റ്റ് ഡിപ്രൈവ്ഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്, ദേ ഓൾസോ ആർ ദ മോസ്റ്റ് നെഗ്ലക്റ്റഡ്. അപ്പോൾ ഏറ്റവും അധികം അവഗണിക്കപ്പെട്ടിരിക്കുന്ന, ഏറ്റവും അധികം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികൾ. സ്വാഭാവികമായി തന്നെ അപ്പോൾ ഇതുപോലുള്ള ഒരു കോവിഡ് പോലുള്ള ഒരു വലിയ മഹാമാരിയെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ഭിന്നശേഷിക്കാരായ വ്യക്തികളെയാണ്. പലപ്പോഴും സോ കോൾഡ് നോർമൽ അല്ലെങ്കിൽ പൊതുസമൂഹം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പലരും ഇത്തരം ഒരു വിഭാഗത്തിന്റെ ആവശ്യകതയോ പ്രശ്നങ്ങളെയോ ഒന്നും കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതാരുടെ കുറ്റമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡിന്റെ ഒരു വിഷയമാണ്. അത് ഒരുപാട് ഘടകങ്ങളാൽ അങ്ങനെ കോൺട്രിബ്യൂട്ടഡ് ആവുന്നതാണ്. പക്ഷേ ആത്യന്തികമായി ഇത്തരം ഒരു മഹാമാരി ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും അധികം ബാധിക്കപ്പെടുന്ന, എന്നാൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് ഭിന്നശേഷി ഉള്ള വ്യക്തികൾ മാറുന്നു എന്നുള്ളതാണ് വസ്തുത. ഈവൻ അതർവൈസ് നമ്മൾ മാർജിനലൈസ്ഡ് പോപ്പുലേഷൻ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗമായിട്ടാണ് അല്ലെങ്കിൽ പോലും ഇത്തരം ഭിന്നശേഷിയുള്ള വ്യക്തികളെ കാണുന്നത്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഒരു കലാമിറ്റി, നാച്ചുറൽ കലാമിറ്റി, ഒരു ക്രൈസിസോ വരുമ്പം അവർ ഏറ്റവും അധികം വീണ്ടും അങ്ങ് പാർശ്വങ്ങളിലേക്ക് ഓരം ചേർത്തപ്പെട്ടു പോകുന്ന ആളുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് സാമൂഹ്യ ശാസ്ത്രത്തിൽ സ്ഥിരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിഭാസം. അപ്പൊ ഈ കൊറോണ എന്ന ഈ ഒരു മഹാമാരി, നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും കരുതാത്ത ഈ ഒരു മഹാമാരിയെ നമ്മൾ ഓരോരുത്തരും ഭയപ്പാടോടുകൂടി, അങ്കലാപ്പുകളോടുകൂടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. അപ്പം ശാസ്ത്രം പറയുന്നത് തീർച്ചയായിട്ടും ഒന്നുകിൽ ഒരു എഫക്റ്റീവ് വാക്സിൻ, അത് എഫിക്കസി, സേഫ്റ്റി ആൻഡ് മാസ് പ്രൊഡക്ഷൻ, ഈ 3 ഘടകങ്ങളും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് മാത്രമാണ് ഒരു വാക്സിൻ നമുക്ക് ലഭ്യമാവുകയും അത് ഇത്രയും കോടിക്കണക്കിനുള്ള പോപ്പുലേഷന് നൽകിയിട്ട് 60 to 70% ഓഫ് ആളുകളെങ്കിലും ഒരു ഇമ്മ്യൂണിറ്റി, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത് എന്തായാലും കുറച്ച് കാലം എടുക്കും. അല്ലെങ്കിൽ ഇത് രോഗം കൂടുതൽ വ്യാപിച്ച് ഒരു 60-70% ആളുകളെങ്കിലും രോഗവ്യാപനം ഉണ്ടായി ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിരോധ ശേഷി ഈ രോഗത്തോട് സമൂഹത്തിന് ഇത്രയും 60-70% പോപ്പുലേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു അവസ്ഥ, പാൻഡമിക്, സബ്സൈഡ് ചെയ്യുള്ളൂ. അതാണ് ചരിത്രവും വൈദ്യശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു കാലത്തോളം ഈ ഒരു രോഗത്തോടൊപ്പം അതിജാഗ്രതയോടെ ജീവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന, അർഹിക്കുന്നതായ അവകാശങ്ങൾ നൽകപ്പെടുക എന്ന് ഉറപ്പുവരുത്തുന്നത് ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ മാറുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് കണ്ണികൾ ചേർന്നിട്ടുള്ള ഒരു വലിയ ചങ്ങലയാണ്. ഈ ചങ്ങല ഒന്നിച്ച് നമ്മൾ വലിക്കുമ്പോൾ ബലം കുറഞ്ഞ വീക്കായിട്ടുള്ള കണ്ണികളൊക്കെ പൊട്ടിപ്പോകും. അങ്ങനെ കണ്ണികൾ പൊട്ടിപ്പോവുകയാണെങ്കിൽ ആ ചങ്ങലയിലൂടെ നമുക്ക് തുടർന്ന് അങ്ങോട്ട് വലിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോ എല്ലാ നിലയ്ക്കും തന്നെ എല്ലാ കണ്ണികളും അടിസ്ഥാനപരമായി സ്ട്രോങ് ആയിരിക്കേണ്ട, ശക്തമായിരിക്കേണ്ട ഒരു ആവശ്യകത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെയും എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡിനുമായി ബന്ധപ്പെട്ട്, ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രഥമ പരിഗണന ലഭിക്കാത്തിടത്തോളം അത് പൊതുവിൽ തന്നെ സമൂഹത്തിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയും അതിനുമുമ്പ് ഇത് ഓരോ വ്യക്തിയുടെയും, ഓരോ പൗരന്റെയും, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമാണ് തുല്യമായ എല്ലാ റിസോഴ്സസിനുമുള്ള ആക്സസ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അവകാശവുമാണ്. അപ്പൊ നമ്മളിത് ഒരു സജീവ ശ്രദ്ധയും പരിഗണനയും നൽകിയാൽ മാത്രമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആവുകയുള്ളൂ. ആ ഒരു പർപ്പസിലേക്കായിട്ടാണ് ICMRന്റെ ഈ ഒരു ഗൈഡൻസ് ഡോക്യുമെന്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വെബിനാർ ആയി ഇത് നിങ്ങളിൽ അവതരിപ്പിക്കാം എന്ന് കരുതിയത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നൊന്നുകൂടെ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം. ഒന്ന്, ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഭിന്നശേഷിക്കാർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ, ഒരു ആമുഖം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്നത്തെ വിഷയം നോക്കുന്നത്. നാളത്തെ വിഷയം എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകരായിട്ടുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് തിങ്കളാഴ്ച 10-ാം തീയതി വരുന്നത് ഭിന്നശേഷിക്കാരും COVID-19, പരിചാരകരുടെ ഉത്തരവാദിത്തങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്നുള്ളതാണ്. ഈ ഭിന്നശേഷിക്കാർക്ക് നമുക്കറിയാം, തീവ്ര ഭിന്നശേഷിത്വമുള്ള ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികൾ, ഭിന്നശേഷിയുള്ള കുട്ടികൾ, അവർക്കൊക്കെ പരിചാരകരുടെ സജീവമായ സാന്നിധ്യം ത്രൂ ഔട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും അന്നത്തെ ദിവസം. 4-ാമത്തെ ദിവസം ചൊവ്വാഴ്ച നമുക്ക് രോഗം പിടിപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞു പോലും അവെയർ ആയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ഭിന്നശേഷിയുമായിട്ട് സ്പെസിഫിക്കലി വരുമ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, പക്ഷെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങൾ. അതാണ് 4-ാമത്തെ വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. ബുധനാഴ്ച 5-ാമത്തെ
വിഷയമായിട്ട് മാനസികാരോഗ്യ സംരക്ഷണം ഭിന്നശേഷിക്കാരുടെ എന്നുള്ള ഒരു വളരെ ഗഹനമായ വിഷയമാണ്. കാരണം നമുക്കറിയാം പൊതുജനങ്ങൾ തന്നെ ഇപ്പം ഈ ഒരു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡേഴ്സ്, PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ ധാരാളം മാനസിക സംഘർഷാവസ്ഥകളിലൂടെ, രോഗാവസ്ഥകളിലൂടെയൊക്കെ പോലും കടന്നു പോകുന്നതായിട്ട് ധാരാളം പഠനങ്ങൾ ഇപ്പം ലഭ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സംബന്ധിച്ച് ഇതിന്റെ ആക്കം വീണ്ടും വർദ്ധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മാനസികാരോഗ്യ സംരക്ഷണത്തിന് സജീവമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന വിഷയമാണ് ബുധനാഴ്ച ഉണ്ടാവുക. വ്യാഴാഴ്ച സഹായോപകരണങ്ങളുടെ ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അസിസ്റ്റീവ് ടെക്നോളജി നമുക്കറിയാം, ഒരുപാട് ആളുകൾ ഭിന്നശേഷിക്കാരായവർ, ഹിയറിംഗ് എയ്ഡ് ആവട്ടെ, വീൽ ചെയർ ആവട്ടെ, ക്രച്ചസ് ആവട്ടെ തുടങ്ങി സാധാരണ അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസ് തുടങ്ങി വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സഹായോപകരണങ്ങൾ അവർ ഉപയോഗിക്കുന്നവരുണ്ടാവും. അവർ പ്രത്യേകമായി ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ എന്നുള്ള വിഷയമാണ് 6ാമത്തെ വിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. 7ാമത്തെ വിഷയം ഭിന്നശേഷിക്കാരും കോവിഡും. മൈക്കിന് എന്തോ പ്രോബ്ലം ഉണ്ട് തോന്നുന്നു, മൈക്ക് ഒന്ന് മാറ്റുന്നു. ഇപ്പോ ഓഡിബിൾ ആണോ? 7ാമത്തെ വിഷയമായിട്ടുള്ളത് കുട്ടികളും കൗമാരക്കാരും. ഈ ഭിന്നശേഷി തന്നെ വ്യത്യസ്ത വിഭാഗക്കാരായ ആളുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളും കൗമാരക്കാരും നേരിടുന്ന വെല്ലുവിളികളും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 7ാമത്തെ വിഷയം. 8ാമത്തെ വിഷയമായിട്ട് നമ്മൾ വയോജനങ്ങളും കോവിഡും ഭിന്നശേഷിയും എന്ന വിഷയമാണ്. 9ാമതായിട്ട് അവരുടെ ഭിന്നശേഷിക്കാരുടെ ആരോഗ്യ സാമൂഹ്യ പുനരധിവാസം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് 9ാമത്തെ വിഷയമായിട്ട്. 18th മൺഡേ 10ാമത്തെ വിഷയമായിട്ട് ഗവേഷണ പഠനങ്ങളുടെ ആവശ്യകതയും സാധ്യതകളും ഭിന്നശേഷിയിൽ എന്ന വിഷയം. അപ്പോൾ ഈ 10 വിഷയങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ ICMR, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിന്റെ ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റ് ഓൾറെഡി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡോക്യുമെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ 10 വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആമുഖം എന്നോണം കറന്റ് സിനോറിയോ ആൻഡ് വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ എന്താണ് RPWD ആക്ട് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പ്രകാരം ഒരു ഭിന്നശേഷിയുള്ള വ്യക്തി എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഡിഫൈൻസ് എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി വിത്ത് ലോങ് ടേം ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ ഓർ സെൻസറി ഇമ്പയർമെന്റ് ഇൻ ഇന്ററാക്ഷൻ വിത്ത് സ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ് hinders their full and effective participation. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഒരു ഭിന്നശേഷിത്വമുള്ള ഒരു വ്യക്തി, ഒരു ഇമ്പയർമെന്റ് ഉള്ള ഒരു വ്യക്തി, അതുകൊണ്ട് മാത്രം അയാൾ മൊബിലിറ്റി അല്ലെങ്കിൽ അയാൾക്കൊരു റെസ്ട്രിക്ഷൻ വരുന്നില്ല. അത് മറിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, സ്ട്രക്ചറൽ ആൻഡ് സോഷ്യൽ ബാരിയേഴ്സ്, ഇത് വളരെ പ്രധാനമാണ്. അത്തരം ഒരു ബാരിയേഴ്സ് കൂടെ ഉണ്ടാക്കുന്ന ഒരു ഇന്ററാക്ഷനാണ് സത്യത്തിൽ ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തിയെ അംഗപരിമിതനായി മാറ്റുന്നത്. ഉദാഹരണത്തിന് ചലനവൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആക്സസിബിൾ ആയിട്ടുള്ള തോതിൽ ഒരു നല്ല ഇലക്ട്രോണിക് ഓപ്പറേറ്റഡ് വീൽ ചെയർ ഉണ്ടാവുകയും വീട് മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യമുള്ള യൂണിവേഴ്സൽ ഡിസൈൻ ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ഫുട്പാത്ത് വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്, അവിടെ ബസ്സുകളിലോ ഫ്ലോർ ബസ്സാണ്, നേരിട്ട് വീൽ ചെയറിന് ആക്സസ് ഉണ്ട് എന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആവശ്യത്തിന് പോകുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം ഇതുപോലെ തന്നെ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ചലന റെസ്ട്രിക്ഷൻ അവിടെ വരുന്നില്ല, സഞ്ചാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ഹനിക്കപ്പെടുന്നില്ല. അപ്പം ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യപ്പെടുന്നത് സോക്കോൾഡ് നോർമൽ എന്ന് കരുതുന്ന പൊതുസമൂഹം ഇമ്പോസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് കൊണ്ടാണ് പലപ്പോഴും ഈ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പരിമിതി സംഭവിക്കുന്നത്. അപ്പൊ അതും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട. ഈ ആറ്റിറ്റ്യൂഡൽ ബാരിയർ തീർച്ചയായിട്ടും മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്ന മെജോറിറ്റി തന്നെ വളരെ അങ്കലാപ്പിലും വേവലാതിയിലും ഈ കോവിഡിനെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഭിന്നശേഷിയുള്ള വ്യക്തികളെ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് അറ്റൻഷൻ നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിൽ തന്നെ നമുക്കറിയാം അടിസ്ഥാനപരമായിട്ട് ശാരീരിക വൈകല്യങ്ങൾ, ഫിസിക്കൽ ഇമ്പയർമെന്റ്സ് ഉണ്ട്, സെൻസറി ഇമ്പയർമെന്റ്, സെൻസറി മോഡാലിറ്റീസ്, വിഷ്വൽ ഇമ്പയർമെന്റ് ആകാം, ഹിയറിംഗ് ഇമ്പയർമെന്റ്, അത്തരത്തിലുള്ളത്, സൈക്കോസോഷ്യൽ ആയിട്ടുള്ള ഭിന്നശേഷിത്വം, മാനസിക ആരോഗ്യപരമായിട്ടുള്ള ഭിന്നശേഷിത്വം, ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ്, കുഞ്ഞുങ്ങളിലാണെങ്കിൽ ADHD തുടങ്ങിയ അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് തുടങ്ങി മെന്റൽ റിട്ടാർഡേഷൻ തുടങ്ങിയുള്ള കണ്ടീഷൻസ്. പിന്നെ ഇപ്പോൾ RPWD ആക്ട് പ്രകാരം പുതുതായിട്ടുള്ള ന്യൂറോളജിക്കൽ ഡിസബിലിറ്റീസ്, പാർക്കിൻസോണിസം ആവാം, ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ആകാം, അതുപോലെ തന്നെ ബ്ലഡ് ഡിസോർഡേഴ്സ്, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ തുടങ്ങിയ ഇത്തരം 21 വ്യത്യസ്ത രോഗാവസ്ഥകൾ ഇതിനകത്ത് ഇപ്പോൾ RPWD ആക്ടിൽ മെൻഷൻഡ് ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാനൊന്ന് ബ്രഷപ്പ് ചെയ്തു എന്ന് മാത്രം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈവൻ അതർവൈസ് ഒരു നോർമൽ സംവിധാനങ്ങളിൽ പോലും 40% ചുവടെ ഭിന്നശേഷിക്കാർക്ക് മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ഹെൽത്ത് ഡെലിവറി സർവീസ്, ആരോഗ്യ പരിപാലന സർവീസുകൾ ലഭ്യമാകുന്നുള്ളൂ എന്നുള്ളതാണ് ICMR ഡോക്യുമെന്റിൽ പറയുന്നത്. പക്ഷേ ഈ കോവിഡ് പോലെയുള്ള ഒരു പാൻഡമിക്കിന്റെ സാഹചര്യത്തിൽ അത് 10% ചുവടെയായി താന്നിരിക്കുന്നു എന്നുള്ള വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുതയുണ്ട്. അപ്പം 90% ഭിന്നശേഷി വ്യക്തികൾക്കും മതിയായിട്ടുള്ള ഹെൽത്ത് ഡെലിവറി സർവീസിനോടുള്ള ആക്സസ് ഇന്ന് ലഭിക്കുന്നില്ല എന്ന ഒരു വലിയ വസ്തുത നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട്. മാത്രമല്ല ആഗോളതലത്തിൽ ഏതാണ്ട് 1 ബില്യണോളം 15% വ്യക്തികളും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭിന്നശേഷിത്വം ഉള്ളതായിട്ടാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുള്ള 2011 സെൻസസ് പ്രകാരം 10ൽ 1 വീട് എന്ന നിലയ്ക്ക് ഭിന്നശേഷിയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അത് മാത്രമല്ല ഈ കോവിഡ് പോലുള്ള മഹാമാരികൾ വരുമ്പം ഏറ്റവും ബാധിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നത് ഇത്തരം ഭിന്നശേഷിയുള്ളവര് അല്ലെങ്കിൽ മറ്റ് രോഗാതുരതയുള്ളവര്, വയോജനങ്ങൾ തുടങ്ങിയ ആളുകളാണ് എന്നും ധാരാളം പഠനങ്ങൾ കാണിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഭിന്നശേഷി ഉള്ളവർ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ സവിശേഷ ശ്രദ്ധ ആവശ്യമുള്ള ഒരു വിഭാഗവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും എന്താ വെച്ചാൽ അവരുടെ ഭിന്നശേഷിത്വം കൊണ്ട് തന്നെ ഒപ്പം നമ്മുടെ സമൂഹം വെച്ച് പുലർത്തുന്ന ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ എല്ലാം കൊണ്ടുണ്ടാകുന്ന സവിശേഷമായ അവസ്ഥ കൊണ്ട് തന്നെ ഒരു എല്ലാത്തിലും ഒരു തടസ്സം, ഒരു ഹഡിൽ അവർക്കുണ്ടാവുകയും അത് ഇത്തരം സേവനങ്ങളുടെ ലഭ്യമാക്കാനുള്ള ആക്സസ് ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ കൂടുതൽ വൾണറബിൾ ആവുന്ന മറ്റു കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റി എന്ന അവസ്ഥ കൊണ്ട് അവർക്കുണ്ടാവുന്ന പരിമിതികളും അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങളും ഇവരെ കൊറോണ രോഗവ്യാപനത്തിന് കൂടുതൽ വൾണറബിൾ ആക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതും കൂടാതെ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു രോഗവ്യാപനം തടയാനായിട്ട് നമ്മൾ എടുക്കുന്ന അടിസ്ഥാന മാർഗങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം സോഷ്യൽ ഡിസ്റ്റൻസിങ്, ശാരീരിക അകലം പാലിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, മിനിമം 1-2 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ടുവേർഡ്സ് എൻഡ് നമുക്ക് ആൻസർ ചെയ്യാം. അപ്പം അത്തരത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്, ലോക്ക്ഡൌൺ തുടങ്ങിയ മുറകളാണ്, അല്ലെങ്കിൽ അത് മാത്രമാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ രോഗവ്യാപനം തടയാൻ നമുക്ക് സഹായിക്കുന്ന ഘടകങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇതും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭിന്നശേഷി വ്യക്തികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത്തരം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും തന്നെ ഇവരെ ഏറ്റവും സമൂഹവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടും അതിന്റെ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിതം നയിക്കുന്നതെങ്കിൽ അതെല്ലാം ഷട്ട് ഡൗൺ ആകുന്ന ഒരവസ്ഥയാണ്. അത് മാത്രമല്ല പലപ്പോഴും തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഐസൊലേഷന്റെ ഒക്കെ ഒരു കാലത്ത് കൂടുതലായിട്ടുള്ള സാമ്പത്തിക വ്യയം അവർക്ക് വരുന്നുണ്ട്. അവരുടെ റിസോഴ്സസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പം they need to invest funds upfront for supplies or need to maintain their well-being during an extended period of isolation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2011 സെൻസസ് പ്രകാരം 26.8 മില്യൺ, അതായത് 2.21% പോപ്പുലേഷൻ ഭിന്നശേഷിയുള്ളവരാണ്. അതിൽ തന്നെ 69% ആളുകളും റൂറൽ ഏരിയകളിലാണ് ജീവിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം വാഷ് അല്ലെങ്കിൽ വാട്ടർ സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ ഫെസിലിറ്റീസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ പാൻഡമിക് തടയുന്നതിലുള്ള ഏറ്റവും പ്രധാന ഹെൽത്ത് ഫോക്കസ് ആയിട്ട് വരുന്നത്. അതിനുള്ള ആക്സസ് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരം 69% ആളുകൾക്കും എന്നുള്ളതും പലപ്പോഴും നമ്മൾ കാണപ്പെടാതെ പോകുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് സിസ്റ്റം വളരെ സിഗ്നിഫിക്കൻ്റ് ആയ ഒരു റോളാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. കാരണം ഇത്തരം ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ എനി ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അത് തീർച്ചയായിട്ടും ഈ ഹെൽത്ത് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അവർ വളരെ സജീവമായി സെൻസിറ്റീവ് ആകേണ്ട കാര്യമുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇന്ററാക്ട് ഡയറക്ട്ലി വിത്ത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആൻഡ് ഹെൻസ് നീഡ് ടു ഹാർനസ് ആൻഡ് ഫൈൻ ട്യൂൺ ദെയർ എബിലിറ്റി. അപ്പോൾ ഈ ആരോഗ്യ പരിചാരകരുടെ പ്രൊഫഷണലുകളുടെ ഈ വിഷയത്തിലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് വളരെ പ്രധാനമായിട്ട് മാറുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പം ICMR 4-5 പ്രധാന മേഖലകൾ പറയുന്നുണ്ട് കൂടുതലായിട്ടും ശ്രദ്ധ ചെലുത്തേണ്ട. ഒന്ന് കെയർ ഗീവർ ആൻഡ് ഹൗസ് ഹോൾഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഒരു മേഖല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം ഭിന്നശേഷി വ്യക്തികൾ, എസ്പെഷ്യലി ഗുരുതര ഭിന്നശേഷിത്വമുള്ളതും ഭിന്നശേഷിയുള്ള കുട്ടികളായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കെയർ ഗീവർ അല്ലെങ്കിൽ പരിചാരകരുടേതായ ഒരു സജീവ ശ്രദ്ധ വേണ്ടതാണ്. അതും അവരുടെ ഹൗസ് ഹോൾഡ്, വീടും പരിസരവും ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ഇഷ്യൂസ്, കാരണം അല്ലെങ്കിൽ തന്നെ ധാരാളം പരിമിതികൾ ഫേസ് ചെയ്യുന്ന ഒരു പോപ്പുലേഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടും ഒരുപാട് പ്രകടമായ പരിമിതികൾ ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതും വിശേഷമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു മേഖലയായിട്ട് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് എടുത്തു പറയുന്നു. പിന്നെ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ നീഡ്സ് ആൻഡ് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ നീഡ് ഫോർ ഫോക്കസ്ഡ് അപ്രോച്ച് ആൻഡ് ഫോർ ഇൻവോൾവിംഗ് സ്പെസിഫിക് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്, സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സൂപ്പർ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ സേവനങ്ങൾ ആവശ്യമായ തോതിൽ ഇവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്ന ഒരു മേഖലയായിട്ട് എടുത്തു പറയപ്പെടുന്നു. അപ്പോൾ അതിൽ നമ്മൾ കെയർ ഗീവർ ആൻഡ് ഹൗസ് ഹോൾഡ് റിലേറ്റഡ് ഇഷ്യൂസ് എന്ന ആ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ പ്രത്യേകിച്ചും ഗുരുതര ഭിന്നശേഷിത്വമുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ വെൽബീയിങ് എന്ന് പറയുന്നത് അവരുടെ പരിചാരകരുടെ വെൽബീയിങ്ങുമായിട്ട്, സൗഖ്യാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. ഇപ്പൊ കെയർ ഗീവർമാർ തന്നെ, പരിചാരകർ തന്നെ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. അവർക്ക് മാനസിക സംഘർഷങ്ങളുണ്ട്, അവർക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട്, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഭിന്നശേഷി വ്യക്തികളെയും വളരെ പ്രതികൂലമായി നേരിട്ട് ബാധിക്കുന്ന ഘടകമായിട്ട് മാറുന്നു. അപ്പൊ അവരുടെ പരിചാരകരുടെ സൗഖ്യാവസ്ഥ പോലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നു. അതുപോലെ തന്നെ ഫുൾഫിൽമെന്റ് ഓഫ് ദെയർ ഡെയിലി എസെൻഷ്യൽ നീഡ്സ് വിച്ച് ഇസ് ഇൻഡീഡ് മോർ ഡിഫിക്കൽട്ട്. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലപ്പോഴും ഇവർ ഒരുപാട് പരിമിതിയുള്ളവരായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് പോലും പണ്ടത്തേക്കാൾ ഏറെ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, ഡെയിലി മാസ്കുകൾ ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ള ഒരുപാട് പ്രിവെന്റീവ് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നോക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത്രയധികം ഇല്ലാത്ത ഒരു ഭിന്നശേഷി വ്യക്തിയെ സംബന്ധിച്ച് അതുപോലും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ബേർഡൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു സോകോൾഡ് നോർമൽ മെയിൻ സ്ട്രീം പോപ്പുലേഷന്റെ ചിന്തയിൽ പോലും പെടാത്ത കാര്യങ്ങളാണ്.
പക്ഷേ ഇതെല്ലാം ഇത്തരം വ്യക്തികളിൽ കടുത്ത ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുതയുമാണ്. അതുപോലെ തന്നെ inability to maintain safe social distancing norms due to sensory issues coupled with extra exposure due to the use of appliances or pre-existing health constraints or caretaker assistance. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഉള്ള ഈ ഒരു സേഫ് സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശാരീരിക സാമൂഹിക അകലം പാലിക്കണം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ, ഉദാഹരണത്തിന് വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്റെ എത്ര അടുത്താണ് മറ്റൊരു ആൾ നിൽക്കുന്നതെന്ന് ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ തന്നെ ആ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് നോംസ് അദ്ദേഹത്തിന് പാലിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അങ്ങനെ ചെറിയ കാര്യം മുതൽ വലിയ കാര്യങ്ങൾ ഏതെടുത്ത് നോക്കിയാലും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് അവരുടെ ഭിന്നശേഷിത്വത്തിൻ്റെതായ പ്രത്യേകതകൾ വെച്ചിട്ട് ഇതിലെല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ഇഷ്യൂസ്, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടും സാങ്കേതികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സവിശേഷ ശ്രദ്ധ അർപ്പിക്കേണ്ട വിഷയങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ. ഗെറ്റിംഗ് ഇൻഫർമേഷൻ ക്യാൻ ബി മോർ ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ വിത്ത് വിഷൻ, ഹിയറിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡിസബിലിറ്റീസ് ആസ് ന്യൂസ് സോഴ്സസ് മേ നോട്ട് ബി ആക്സസിബിൾ ഓർ കോംപ്രിഹെൻസിബിൾ. പലപ്പോഴും നമ്മൾ അത് അധികം, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ച പോലെ തന്നെ പൊതുസമൂഹം അധികം ശ്രദ്ധ കൊടുക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം, ഓരോ ദിവസവും ഈ കൊറോണയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടുന്ന വാർത്തകൾ, നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രീയ അറിവുകൾ അതിനെക്കുറിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വാക്സിൻ്റെ ലഭ്യതയുടെ ഏത് ശതമാനത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ ഒരുപാട് ഇതിന്റെ കണക്കുകളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ അറിവുകളൊക്കെ കൃത്യമായിട്ടും ഈ ഒരു ഭിന്നശേഷി പോപ്പുലേഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്ക് ഈ ആക്സസ്, ഇപ്പോൾ കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ ഇൻഫർമേഷനിലേക്കുള്ള ആക്സസ് ആ ഒറ്റ കാരണത്താൽ തന്നെ നഷ്ടമാവുകയാണ്. അതുപോലെ തന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ്, കോഗ്നിറ്റീവ് ഡിസബിലിറ്റീസ് ഉള്ള ഒരു ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് പലപ്പോഴും അത് എന്തിനാണ് ഇപ്പോൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്തിനാണ്, അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ എന്താണ് എന്ന് പോലും മനസ്സിലാവാതെ ആകെ കുട്ടിയുടെ നോർമൽ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് പോലും ഹിൻഡേർഡ് ആവുന്ന രീതിയിൽ അത് മാറുന്നുണ്ട്. അപ്പൊ അതും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇൻഫർമേഷൻ കൃത്യമായ തോതിൽ ഇത്തരം വ്യക്തികളിലേക്ക് എത്തിക്കാനുള്ള സവിശേഷ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലാവട്ടെ, അവിടേക്കൊക്കെ എത്തിപ്പെടുക, അത് വെറും ശാരീരികമായി അവിടെ ട്രാൻസ്പോർട്ടേഷനിൽ എത്തുക എന്നുള്ള മാത്രമല്ല. കാരണം നമുക്കറിയാം, ലോക്ക്ഡൌൺ ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇത് ഇനിയിപ്പോൾ അത് മാറിയാൽ പോലും ഇത്തരം ആളുകൾക്ക് ഇതിൽ വളരെ തടസ്സങ്ങൾ അപ്പോഴും ഉണ്ടാകും എന്നുള്ളതും ഒരു വസ്തുതയായി നിലനിൽക്കുന്നു. അതുപോലെ റിക്വയർമെന്റ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അസിസ്റ്റീവ് ടെക്നോളജി അപ്ലയൻസസ് വിച്ച് ആർ ഇന്റഗ്രൽ ടു ദർ ലൈഫ്. ഇപ്പോൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് അതിന്റെ ബാറ്ററി പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നിരിക്കട്ടെ, അത് നന്നാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അത് ആ വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തെ എത്ര നെഗറ്റീവായി ബാധിക്കുന്നു എന്നുള്ളത് അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ ഒരു എംപതി, ആ ഒരു സെൻസിറ്റിവിറ്റി പൊതുസമൂഹത്തിന് ഉണ്ടാവുകയും പറ്റാവുന്ന രീതിയിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം അത് ഭരണകർത്താക്കളുടെ ഭാഗത്തായാലും മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഓഫ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഓൾറെഡി മെഡിക്കൽ എക്സ്പെർട്ടൈസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് among women with disabilities. കാരണം ഡബിൾ ബർഡൻ എന്നാണ് പലപ്പോഴും നമ്മൾ അത്രയും കാര്യങ്ങളെ പറയുക. അതായത് ഭിന്നശേഷിത്വമുള്ള ഒരു വ്യക്തി തന്നെ വാർദ്ധക്യത്തിലുള്ളവരാവട്ടെ, അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ള ഭിന്നശേഷിയുള്ളവർ, അപ്പൊ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അവരുടെ അത്തരം സാമൂഹിക സാഹചര്യങ്ങളാൽ തന്നെ സംജാതമാകുന്നു, ശാരീരികാവസ്ഥകളാൽ സംജാതമാകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിസവിശേഷമായ ശ്രദ്ധ ഇത്തരം ആളുകളിൽ നമ്മൾ നൽകേണ്ടതുണ്ട്. അതുപോലെ അഡോപ്റ്റിംഗ് റെക്കമെൻഡഡ് പബ്ലിക് ഹെൽത്ത് സ്ട്രാറ്റജീസ് സച്ച് എസ് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് വാഷിംഗ് ഹാൻഡ്സ് വുഡ് ബി ചലഞ്ചിങ് ഫോർ ദ സിവിയർലി ഡിസേബിൾഡ്. ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ക്വാഡ്രിപ്ലജിക് ആയിട്ടുള്ള, ശരീരം മുഴുവൻ തളർന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ഹാൻഡ് ഹൈജീൻ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അത് എത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ എക്സിസ്റ്റിംഗ് ഹെൽത്ത് കെയർ നീഡ്സ് ആൻഡ് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ്, നിലവിലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളും സേവനങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. ഫോർ ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ ഫോർ എമർജൻസി ഓർ റൂട്ടീൻ നീഡ്സ്. നമുക്കറിയാം, ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളില്ലാത്ത ഒരു വ്യക്തിക്കാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഒരു ആശുപത്രി ഇന്നിപ്പോൾ എത്തിപ്പെടണമെങ്കിലുള്ള ബുദ്ധിമുട്ടറിയാം. അപ്പോൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതേ ഒരു സേവനം, ആരോഗ്യ സംബന്ധിയായ ഒരു സേവനം ലഭ്യമാക്കാനായിട്ടാണെങ്കിൽ അത് എത്രത്തോളം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ തന്നെ ന്യൂട്രീഷന്റെ കുറവ് കൊണ്ടും അനീമിയയുടെയൊക്കെ നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെ ഇത്തരം ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും അഡോളസെന്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കൊക്കെ അനീമിയുള്ള വലിയ ഒരു ശതമാനം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാം. അപ്പൊ അവർക്കും എല്ലാം ഈ ഒരു സമയത്ത് ഈ രോഗവ്യാപനത്തിന്റെ റിസ്ക്കും എല്ലാം തന്നെ വളരെയധികം കൂടുന്നുണ്ട്. അതുപോലെ persons with disabilities are at greater risk of developing more severe health conditions. They are greater health requirements. They have greater health requirements and poorer health outcomes. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ഈ ഭിന്നശേഷിത്വം കൊണ്ട് തന്നെ അവർക്ക് ഗുരുതരമായിട്ടുള്ള മറ്റ് രോഗാതുരതയിലേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ untrained or less informed healthcare providers may be unable to address their unique needs while in hospital. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു വെബിനാർ പരമ്പരയിൽ ഉടനീളം തന്നെ നമ്മൾ വളരെ ഗഹനമായ ശാസ്ത്ര സത്യങ്ങളൊന്നും അല്ല ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും
ഒരു പൊതു അറിവിലുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ അത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് എത്ര കണ്ട് സവിശേഷമായ ശ്രദ്ധ അർപ്പിക്കേണ്ടതാണ് ഓരോ വിഷയവും, ഓരോ കൊച്ചു കൊച്ചു കാര്യവും എന്നുള്ള ആ ഒരു അവയർനെസ്, ആ ഒരു ഇൻസൈറ്റ് നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഒരു നല്ല ഉദാഹരണമായിട്ട് തന്നെ നമുക്ക് ഇതിനെ എടുക്കാം. അതായത് വ്യക്തമായ ഒരു ട്രെയിനിങ്ങോ കൃത്യമായ ഒരു ഇൻഫർമേഷനോ ഇല്ലാത്ത ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈ ഭിന്നശേഷിയുള്ള ആ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളെ കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഈ ഒരു സമയത്ത് വേണ്ട ആരോഗ്യ സേവനം നൽകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഭിന്നശേഷിയുള്ള വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെയേറെ ആയിരിക്കും. അത് ഈ ആരോഗ്യ പ്രവർത്തകനോ പ്രവർത്തകയോ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അവർ ഇൻസെൻസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവയർനെസ് പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഭിന്നശേഷി മേഖല അല്ലെങ്കിൽ പോലും വളരെ മാർജിനലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സെക്ടർ എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ഇത്തരം സവിശേഷ ശ്രദ്ധ എടുത്തിട്ട് ഭിന്നശേഷിക്കാരുടെ കാര്യങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലായാലും പൊതുസമൂഹത്തിന്റെ ഇടയിലായാലും എല്ലാം പരമാവധി എത്തിക്കാനുള്ള ഒരു എഫേർട്ട്, ഒരു ശ്രമം നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ PWDs living in institutions are more likely to contract the virus and have higher mortality rates. Lack of appropriate isolation units or hospitals for those affected by COVID. ഇതും വളരെ പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അവർക്ക് മോർട്ടാലിറ്റി റേറ്റ് ചില പഠനങ്ങളിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇത്തരം കോ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്, ഡിസബിലിറ്റി ഒക്കെ ഉള്ളവരുടെ മോർട്ടാലിറ്റി റേറ്റ് പോലും കൂടുന്നു എന്നുള്ളതും ഐസൊലേഷൻ, കൃത്യമായിട്ടുള്ള ഒരു ഐസൊലേഷൻ യൂണിറ്റും ഹോസ്പിറ്റലിലേക്ക് അവൈലബിലിറ്റിയുടെ കുറവും കൂടുതൽ ഗുരുതരമാക്കുന്നു ഇത്തരം ആളുകളിലെ കൊറോണ വ്യാപനത്തിന്റെ അവസ്ഥ. അതുപോലെ ഹെൽത്ത് സിസ്റ്റം ആൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആർ കീ കമ്പണൻസ് ഇൻ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് മോബിലിറ്റി, ഫങ്ഷനാലിറ്റി ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം ഇതിൽ ഏറ്റവും ആണിക്കല്ലായി പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും, കാരണം ഇവർക്ക് എന്ത് ആരോഗ്യ സംബന്ധമായ ആവശ്യം വരികയാണെങ്കിലും ആദ്യം സമീപിക്കുന്നത് ആരോഗ്യ പരിരക്ഷാ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോഗ്യ പരിരക്ഷാ മേഖലയിലുള്ള വ്യക്തികളും സ്ഥാപനവും എല്ലാം തന്നെ സവിശേഷമായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി, ഒരു അപ്ഡേറ്റഡ് ഒരു നോളജ് ഈ ഒരു ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ ആവശ്യങ്ങളെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് സമൂഹത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ്. അതുപോലെ ഇത്തരത്തിലുള്ള സാധാ ഒരു രീതിയിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതിയല്ല ഒരു പാൻഡമിക്കോ ഒരു സമൂഹ ദുരന്തമോ ഒക്കെ വരുമ്പോൾ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് സമീപനത്തിലുള്ള മാറ്റം നമുക്ക് ഇപ്പൊ തന്നെ അറിയാം. അത് ഭിന്നശേഷിക്കാരെയും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാകണം എന്നുള്ളതിന് കൃത്യമായും അവർക്ക് ട്രെയിനിങ്ങും മറ്റും നൽകിയാൽ മാത്രമാണ് അത് സംഭവിക്കുക. അതുപോലെ അർജന്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ചേഞ്ചസ്, മോഡിഫിക്കേഷൻസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് ടു മാനേജ് സച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ അത്തരം മാറ്റങ്ങളിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് ആവശ്യമായ മാറ്റങ്ങൾ പെട്ടെന്ന് തന്നെ ആരോഗ്യ രക്ഷാ മേഖലയിൽ ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം എത്രയോ ഫസ്റ്റ് ലൈൻ സെന്ററുകൾ വന്നു, മെഡിക്കൽ കോളേജുകൾ പോലും എക്സ്ക്ലൂസീവ് കോവിഡ് സെന്ററുകളായിട്ട് മാറി. അപ്പോൾ വലിയ മാറ്റങ്ങൾ ആരോഗ്യ രക്ഷാ മേഖലയിലും ആരോഗ്യ പ്രവർത്തകരുടെ സമീപനത്തിലൊക്കെ വലിയ ശ്ലാഘനീയമായ മാറ്റങ്ങൾ അവസരത്തിനൊത്തുയർന്ന അത്യധ്വാനങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഭിന്നശേഷിയുള്ള ഒരു വ്യക്തി ഇവരുടെ മുന്നിൽ വരികയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭിന്നശേഷിത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് എങ്ങനെ ഇടപെടാൻ സാധിക്കും എന്ന് ഇവരെ അറിയാത്തിടത്തോളം അത്തരം ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് ലഭ്യമാകുന്ന സേവനം എന്ന് പറയുന്നത് വളരെ പരിമിതമായിരിക്കും. അത് ആ ഭിന്നശേഷി വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ കൂടുതലുമായിരിക്കും. ഓക്കെ, ഒന്ന് രണ്ട് പേര് ക്യാൻ യു പ്ലീസ് യൂസ് മിക്സഡ് ലാംഗ്വേജ് എന്ന്. ഓക്കെ, അപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലൂടെ ആയിട്ട് തീർച്ചയായിട്ടും അത് തുടരാം. ഓക്കെ, അപ്പോൾ COVID has further marginalized PWDs and functional impairments, including children, older persons and women, and thus they have become more vulnerable than ever. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം പാർശ്വവൽകൃതരായിട്ടുള്ള എല്ലാ ജനവിഭാഗവും, പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ളവര്, വാർദ്ധക്യത്തിലുള്ളവര്, മറ്റു രോഗാതുരരായിട്ടുള്ളവര്, കുഞ്ഞുങ്ങള്, വനിതകൾ തുടങ്ങിയവരാണ് തീർച്ചയായിട്ടും അതിൽ വൾണറബിൾ ആവുന്ന ഒരു വിഭാഗമായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നീഡ് ഫോർ ഫോക്കസ്ഡ് അപ്രോച്ച് ആൻഡ് ഫോർ ഇൻവോൾവിംഗ് സ്പെസിഫിക് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഇത് പ്രധാനമാണ്. സ്പെസിഫിക് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഭിന്നശേഷിയുള്ള വ്യക്തികളും അവരുടെ കുടുംബത്തിനും സവിശേഷ ശ്രദ്ധ നൽകുക. Many are at extreme risk and they require additional support to ensure their health and safety at this time. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാഡ്രിപ്ലീജിക് ആയിട്ടുള്ള ആരുടെയോ മൈക്ക് ഓൺ ആണ് തോന്നുന്നു കേട്ടോ, ഭയങ്കരമായിട്ട് റിവർബ് വരുന്നുണ്ട്. മൈക്ക് ഒന്ന് ഓഫ് ആക്കാമോ? അബ്ദുർ റഷീദ്, അദ്ദേഹത്തിന്റെ മൈക്കാണ് ഓൺ ആയിട്ടുള്ളത്, അതൊന്ന് ഓഫ് ആക്കാമോ? ഓക്കെ, അപ്പോൾ
ഒരുപാട് പേര് എക്സ്ട്രീം റിസ്കിലാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ അവർക്ക് അഡീഷണൽ സപ്പോർട്ടിന്റെ ആവശ്യമുണ്ട്. വേരിയസ് ഹെൽത്ത് സ്പെഷ്യാലിറ്റീസ് ആർ ഇൻവോൾവ് ഇൻ പ്രൊവൈഡിങ് സർവീസസ് നമുക്കറിയാം. അതുപോലെ നാഷണൽ പ്രോഗ്രാംസ് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ ആൻഡ് ദർ ഗൈഡൻസ് ഡോക്യുമെന്റ്സ് ആർ എയിംഡ് അറ്റ് പ്രൊവൈഡിങ് എഡ്യൂക്കേറ്റ് ഇൻഫർമേഷൻ ഇൻ സിമ്പിൾ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജസ്. അപ്പം ഒരുപാട് ദേശീയ അബ്ദുറഹ്മാന്റെ Okay, I think Mr. Abdur Rashid is not a Malayali. Mr. Abdur Rashid, can you just turn off? Can you just mute your mic? There is some noise disturbance. Yours is in as mic is on. Okay. So there are a lot of other national programs as well, and we'll just glance through which are the major national programs with in relation to disabilities. So one is the National Program for Control of Blindness and Visual Impairment. കാഴ്ച പരിമിതി അല്ലെങ്കിൽ അന്ധതയ്ക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമാണ് ഐ ഹെൽത്ത് ഫോർ ഓൾ എന്ന ഒരു മോട്ടോയോടുകൂടി പ്രവർത്തിക്കുന്ന നാഷണൽ പ്രോഗ്രാം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ് NPPCD എന്ന് പറയുന്നത് ഏർലി ഐഡന്റിഫിക്കേഷൻ, ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന ലക്ഷ്യത്തോടു കൂടി കേൾവി വൈകല്യങ്ങൾ പരിഹരിക്കുക എന്നുള്ള അതിന്റെ തോത് കുറയ്ക്കുക, ആക്റ്റീവ് ഇന്റർവെൻഷൻ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡെഫ്നെസ് എന്ന ദേശീയ പദ്ധതിയുണ്ട്. അതുപോലെ രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറയുന്ന ഏർലി ഐഡന്റിഫിക്കേഷൻ, അഗൈൻ അതും എന്നിട്ട് ഏർലി ഇന്റർവെൻഷൻ, കുട്ടികൾ തന്നെ അത് തുടങ്ങി 18 വയസ്സിനുള്ളിൽ തന്നെ ഇതാക്കാനുള്ള, എസ്പെഷ്യലി 4D, അതായത് ഡിഫക്ട്സ് അറ്റ് ബർത്ത്, ഡെഫിഷ്യൻസീസ്, ഡിസീസസ്, ഡെവലപ്മെന്റൽ ഡിലേസ് ഇൻക്ലൂഡിംഗ് ഡിസബിലിറ്റി, ഈ മേഖലയിലെ നിന്നുകൊണ്ട് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം എന്ന ദേശീയ പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റീസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക്. ഇപ്പം നമ്മളറിയാം RPWD ആക്ട് പ്രകാരം സ്ട്രോക്ക് തുടങ്ങിയിട്ടുള്ള ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൂടി ഈ ഭിന്നശേഷിത്വത്തിന്റെ പെർവ്യൂവിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാഷണൽ പ്രോഗ്രാമിന് NPCDCS-നും അതിൻ്റെതായ പ്രാധാന്യം ഭിന്നശേഷി മേഖലയിലുണ്ട്. അതുപോലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് NMHP, നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. അതിന്റെ തന്നെ ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകളും ഓരോ ജില്ലയിലും നടക്കുന്നുണ്ട്. മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ എക്സ്പെൻഡ് ചെയ്തിട്ടുള്ള വലിയ പ്രോജക്റ്റാണ്. അപ്പം അതും ഈ മേഖലയിൽ നടക്കുന്നു. നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി, NPHCE എന്ന് പറയുന്ന മറ്റൊരു ദേശീയ പ്രോഗ്രാം ഉണ്ട്. അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫ്ലോറോസിസ്, സ്പെസിഫിക് ആയി ഫ്ലോറോസിസ് എന്ന കണ്ടീഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നാഷണൽ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാമുകളൊക്കെ തന്നെ സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം വഴിയായിട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനവുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ തന്നെ ഇംപ്ലിമെന്റഡ് ആവുന്ന നാഷണൽ പ്രോഗ്രാമുകളായിട്ടാണ് ഈ പല പ്രോഗ്രാമുകളും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ICMR പറയുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ളത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരം ആരോഗ്യ സേവനങ്ങൾ നൽകുമ്പോൾ ഈ വിധത്തിലുള്ള നാഷണൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ വഴി നൽകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ഈ പ്രോഗ്രാമുകളെ കുറിച്ച് അവെയർ ആയിട്ടുള്ള ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന് അത് കൂടുതൽ മനസ്സിലാക്കാനും അത് കൂടുതൽ ഫലവത്തായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും സഹായകമാകും എന്ന് ICMR പ്രത്യേകമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. Therefore, it is necessary to develop advisories and guiding documents to update the knowledge and enhance their functioning. ഈ അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. അത് യുണൈറ്റഡ് നേഷൻസ് തന്നെ എല്ലാ അംഗരാജ്യങ്ങളും ഒപ്പിട്ടിട്ട് 2015 ഒപ്പിട്ടിട്ടുള്ള ഒരു വലിയ ഡോക്യുമെന്റ് ആണ്. അതിൽ ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൾ to action to end poverty, protect the planet and ensure that all people enjoy peace and prosperity by 2030. ഈ ഒരു വലിയ ഗോളിലേക്ക് ലോകം മുഴുവനുള്ള ഒരു വലിയ ഗോളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. 17 ഗോളുകൾ അതിലുണ്ട്. അതിൽ ഡിസബിലിറ്റി കണ്ടീഷനിൽ വളരെ സ്പെസിഫിക് ആയിട്ടും എഡ്യൂക്കേഷൻ, ഗ്രോത്ത് ആൻഡ് എംപ്ലോയ്മെന്റ്, ഇൻഇക്വാലിറ്റി, അസമത്വം, ആക്സസിബിലിറ്റി ഓഫ് ഹ്യൂമൻ സെറ്റിൽമെന്റ് ആസ് വെൽ ആസ് ഡാറ്റ കളക്ഷൻ ആൻഡ് മോണിറ്ററിംഗ്, ഇത്രയും മേഖലകളിൽ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ഭിന്നശേഷി മേഖലയിൽ അർപ്പിക്കണം എന്നും ഈ ഒരു ഡോക്യുമെന്റിൽ പ്രകാരം കൃത്യമായിട്ട് മെൻഷൻഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞ 17 ഡോക്യുമെന്റ്സ് യുണൈറ്റഡ് നേഷൻസിന്റെ 17 ഡോക്യുമെന്റ്സ് ആണിത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എൻവിഷൻ 2030 എന്ന് പറയുന്ന ഒരു വലിയ ഇനിഷ്യേറ്റീവ് തന്നെയുണ്ട്. അതിൽ that will it will work to promote the mainstreaming of disability and the implementation of SDGs throughout its 15-year lifespan with objectives to raise awareness of the 2030 agenda and the achievement of the SDGs for PWDs. പ്രത്യേകമായിട്ടും ഭിന്നശേഷി മേഖലയിൽ അതിന്റെ ഇഫക്റ്റ് ലഭ്യമാക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഇന്നത്തെ ചർച്ചയുടെ രണ്ടാം ഭാഗമായിട്ട് ഇന്റർനാഷണൽ ഡിസബിലിറ്റി അലയൻസിന്റെ റെക്കമെൻഡേഷൻസ് കൂടി
ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇന്റർനാഷണൽ ഡിസബിലിറ്റി അലയൻസ് എന്ന് പറയുന്നത് 14 ഗ്ലോബൽ റീജിയണൽ ഓർഗനൈസേഷൻസ്, അതായത് ലോകത്ത് ആഗോളതലത്തിലുള്ള ഭിന്നശേഷിക്കാരുടെ വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം ഓർഗനൈസേഷൻസിന്റെ പ്രതിനിധികൾ ചേരുന്നതാണ്. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ഓവർ 1100 ഓർഗനൈസേഷൻസ് ഓഫ് PWDs ആൻഡ് ദ ഫാമിലീസ്. അപ്പോൾ അവർ നടത്തിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഇതിന്റെ രണ്ടാം ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിലൊരു പ്രധാന റെക്കമെൻഡേഷൻ 1 എന്ന് പറയുന്നത്, ഇപ്പൊ ചിലതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഓവർലാപ്പ് ആയിരിക്കും. മുമ്പ് ഞാൻ ചർച്ച ചെയ്തത് ICMRന്റെ ഗൈഡ് ലൈൻസ് ആണ്, അത് ഞാൻ പറഞ്ഞത്. ഇത് ഇവരുടെ ഇന്റർനാഷണൽ ഡിസബിലിറ്റി അലയൻസിന്റെ 10 റെക്കമെൻഡേഷൻസ് ഉണ്ട് ഓരോ മേഖലയിലും. ആ റെക്കമെൻഡേഷൻസ് ആണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഒന്ന്, persons with disabilities must receive information about infection mitigating tips, public restriction plans and the services offered in a diversity of accessible formats. കാരണം ഈ ആക്സസിബിലിറ്റി ഒരു വലിയ വിഷയമാണ്. ഇൻഫർമേഷന്റെ ആക്സസിബിലിറ്റി, നേരത്തെ പറഞ്ഞ പോലെ കേൾവി വൈകല്യമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പരിമിതി ഇൻഫർമേഷൻ ലഭ്യമാകുന്നതിൽ വരുന്നു. കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് TV കാണുന്നതിൽ മനസ്സിലാക്കാൻ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ, വായിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പൊ ഡെഫ് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്നത് എന്താണ്, എന്റെ ചുറ്റും എന്ത് നടക്കുന്നു എന്ന് കേൾവി വൈകല്യവും കാഴ്ച വൈകല്യവും ഉള്ള ഒരു വ്യക്തി എത്ര കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. അതുപോലെ തന്നെ ഒരു ക്വാഡ്രിപ്ലിജിക് ആയിട്ടുള്ള കൈയും കാലും തളർന്ന് ഒരു കട്ടിലിൽ മാത്രം കിടക്കാൻ വിധിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മുന്നിലേക്ക് ഇൻഫർമേഷൻ എത്താത്തിടത്തോളം ആ വ്യക്തിക്ക് ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു പിടിയും ആ വ്യക്തിക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഫർമേഷൻസും അതിന്റെ ആക്സസിബിൾ ഫോർമാറ്റിൽ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഷുഡ് ഇൻക്ലൂഡ് ക്യാപ്ഷനിങ്, നാഷണൽ സൈൻ ലാംഗ്വേജ്, ഹൈ കോൺട്രാസ്റ്റ് ലാർജ് പ്രിന്റ് ഇൻഫർമേഷൻസ്. കാരണം വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ആണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ലാർജ് പ്രിന്റ് ഇൻഫർമേഷൻസ് ആണെങ്കിൽ പാർഷ്യലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ അത് കാണാൻ സാധിക്കും. അതുപോലെ ക്യാപ്ഷനിങ്, ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള ഒരു വ്യക്തിക്ക് ക്യാപ്ഷനിങ്ങിലൂടെ എന്താണ് എഴുതി കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ അഗൈൻ കേൾവി വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് ആ ഇൻഫർമേഷൻ അവിടെ പാസ് ഓൺ ചെയ്യാണ്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളെല്ലാം ഇത്തരത്തിലുള്ള ഒരു ആക്സസിബിൾ ഫോർമാറ്റിൽ എത്ര കണ്ട് ലഭ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എത്രമാത്രം അപര്യാപ്തമാണ് ഭിന്നശേഷി മേഖലയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന സജീവ ശ്രദ്ധ എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. ഇപ്പം സർക്കാരിന്റെ നയം എന്നോണം തന്നെ ആഴ്ചയിൽ ഒരിക്കൽ അരമണിക്കൂർ വാർത്തയിൽ സൈൻ ലാംഗ്വേജ് കൂടി ഉപയോഗിച്ച് വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ അത് ഇത്തരം ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം അല്ലാതെ ഈ ഒരു ഇൻഫർമേഷൻ വേറെ ഏത് സോഴ്സിൽ നിന്ന് ലഭ്യമാകുന്നു എന്ന് നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചാൽ തന്നെ അറിയാം, അധികം ലഭ്യമല്ല. അതുപോലെ ഡിജിറ്റൽ മീഡിയ ഷുഡ് ഇൻക്ലൂഡ് ആക്സസിബിൾ ഫോർമാറ്റ്സ് ടു ബ്ലൈൻഡ് പേഴ്സൺസ് ആൻഡ് അതർ പേഴ്സൺസ് ഫേസിംഗ് റെസ്ട്രിക്ഷൻ ഇൻ ആക്സസിംഗ് പ്രിന്റ്. ഓൾ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇൻ പ്ലെയിൻ ലാംഗ്വേജ്. നമ്മൾ സങ്കീർണമായ ഭാഷ ഉപയോഗിച്ചല്ല, ലളിതമായ ഭാഷയിലൂടെ വേണം എപ്പോഴും ഇത്തരം communications ലഭ്യമാക്കാൻ. In case the public communications are yet to become accessible, alternative phone lines for blind persons and email address for deaf and hard of hearing may be a temporary options. അപ്പോൾ ഇത്ര ഗഹനമായി നമ്മൾ ചിന്തിച്ച് അതിന് പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പബ്ലിക് കമ്മ്യൂണിക്കേഷൻ അവർക്ക് വ്യക്തമായി ലഭ്യമല്ല അല്ലെങ്കിൽ ഒരു കാഴ്ച വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ഫോൺ ലൈൻ ഉണ്ടാവുകയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി കിട്ടുന്ന രീതിയിൽ അത് ലഭ്യമാക്കാനുള്ള സവിശേഷ ശ്രദ്ധ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സ്, ഈ കേൾവി വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ചും സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സിന്റെ സേവനം വളരെ വലുതാണ്. അപ്പൊ അവരുടെ സേഫ്റ്റിയും മറ്റ് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ തുല്യമായി പരിഗണിക്കണം എന്നും ഈ അന്താരാഷ്ട്ര ഡോക്യുമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നു. There may be appropriate alternatives for optimum access, such as interpreters wearing a transparent mask so that facial expressions and lip movement is still visible. കാരണം ലിപ് റീഡിംഗ് നടത്തുന്ന കേൾവി വൈകല്യമുള്ള ധാരാളം ആളുകൾ ഭിന്നശേഷിക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്കൊന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ മാസ്ക് കെട്ടുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ലിപ് റീഡിങ്ങിന് സാധിക്കുന്നില്ല, അവിടെ വലിയ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ് വരുന്നത്. അപ്പോൾ അവിടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മാസ്ക് ആണെങ്കിൽ അപ്പോഴും ആ വ്യക്തിക്ക് ലിപ് റീഡിങ് നടത്താൻ സാധിക്കുകയും ആക്സസിബിലിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണില്ല. അപ്പൊ ഇത്തരം വളരെ ചെറിയ സട്ടിൽ കാര്യങ്ങൾ പോലും ഒരു ഭിന്നശേഷിയുള്ള വ്യക്തിയിൽ എന്ത് വലിയ ബാരിയർ സൃഷ്ടിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ alternatives are particularly important as remote interpretation is not accessible for everyone, including people with deaf blindness. Solutions should be explored with concerned people and organizations representing them. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ആക്സസ് എന്ന് പറയുന്നത് അതിലേറെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറാണ്. അതുപോലെ അസിസ്റ്റീവ് ടെക്നോളജീസ് ഷുഡ് ബി യൂസ്ഡ്. അത് തന്നെ ഇത്തരം ഈ ആക്സസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റീവ് ടെക്നോളജിയുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ സെക്കൻഡ് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് ഈ അന്താരാഷ്ട്ര കൺസോർഷ്യം പറയുന്നത്, ഒന്ന്, അഡീഷണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ഫോർ പീപ്പിൾ വിത്ത് സർട്ടൻ ടൈപ്സ് ഓഫ് ഇമ്പയർമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിവിയർ ADHD ഉള്ള ഒരു കുട്ടിയാണെന്നിരിക്കുക, അല്ലെങ്കിൽ സിവിയർ ASD ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്താണ് തനിക്ക് ചുറ്റും നടക്കുന്നതെന്ന് ആ കുട്ടിക്ക് അറിയുന്നില്ല. അപ്പോൾ ഈ ഹാൻഡ് ഹൈജീനിന്റെ പ്രാധാന്യം എന്താണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ പ്രാധാന്യം എന്താണ് എന്നൊന്നും ഈ കുട്ടി അറിയുന്നില്ല. അതുപോലെ തന്നെ സിവിയർ ഡിസേബിലിറ്റി ഉള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും
അപ്പൊ അത്തരം ആളുകൾക്കൊക്കെ നമ്മൾ അഡീഷണൽ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് നൽകുന്നു എന്ന് എൻഷുർ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ വരുന്നത്. അതുപോലെ പ്രത്യേകമായിട്ട് ഇപ്പൊ ഭിന്നശേഷിയുള്ള വ്യക്തികൾ വന്നു പോകുന്ന സ്ഥലമാണെങ്കിൽ അത്തരം സ്ഥലത്തുള്ള എൻട്രൻസ് ഡോറുകൾ, അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെയോ റാമ്പിന്റെയോ ഒക്കെ ഹാൻഡ് റെയിലുകൾ, ആക്സസിബിലിറ്റി നോബ്, പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ടോയ്ലറ്റ്, ഡിസേബിൾ ഫ്രണ്ട്ലി ടോയ്ലറ്റ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ പിടികളെല്ലാം തന്നെ കൃത്യമായിട്ടും ഡിസിൻഫെക്ഷൻ ചെയ്യണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലും എത്ര കണ്ട് നടക്കുന്നുണ്ട് സാധാരണ സിറ്റുവേഷൻസിൽ, സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ ഇൻട്രൊഡ്യൂസിംഗ് പ്രൊആക്റ്റീവ് ടെസ്റ്റിംഗ് ആൻഡ് മോർ സ്ട്രിക്റ്റ് പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ ഗ്രൂപ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് who are more susceptible to infection due to the respiratory or other health complication caused by their impairment. അതുപോലെ കൂടുതലായിട്ടുള്ള ടെസ്റ്റിംഗ് നടത്തുമ്പോൾ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിൽ തന്നെ ഭിന്നശേഷിയുള്ള വ്യക്തികളെയൊക്കെ കൂടുതലായി ടെസ്റ്റ് നടത്താൻ ഉള്ള പോളിസി തന്നെ സർക്കാരുകൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ കർശനമായിട്ടുള്ള കർശനം ഇൻ ദ സെൻസ് ഇഫക്റ്റീവ് ആയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ഇത്തരം ആളുകളിലേക്ക് നൽകേണ്ടതുണ്ട്. The COVID-19 crisis and confinement measures may generate fear and anxiety. Demonstrating solidarity and community support is important for all and may be critical for persons with psychosocial disabilities. അപ്പോൾ ഈ ഒരു നമ്മൾക്ക് സാധാരണ ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള ലോക്ക്ഡൗൺ എന്ന അവസ്ഥ, സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ടാവുന്ന അവസ്ഥ, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, അപ്പൊ നമ്മൾ സാധാരണ സോക്കോൾഡ് നോർമൽ എന്ന് പറയുന്ന ആളുകൾ പോലും വളരെ സ്ട്രെസ്സും സ്ട്രെയിനിലും ഭയത്തിലും ആങ്സൈറ്റിയിലും ഒക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺഫൈൻമെന്റ് മെഷേഴ്സ് ഗുരുതര ഭിന്നശേഷിയുള്ള ആളുകൾക്ക് എത്രമാത്രം കൂടുതൽ ആശങ്കാജനകമായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. എസ്പെഷ്യലി സൈക്കോസോഷ്യൽ ഡിസബിലിറ്റീസ് ഉള്ള, മാനസിക സംബന്ധമായ രോഗങ്ങളുള്ള, മനോവളർച്ചാ രോഗങ്ങളുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ഇത് കൂടുതൽ ഗുരുതരമാവുന്ന അവസ്ഥയായി മാറും. പിന്നെ തേർഡ് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് അവർ നൽകുന്നത് റാപ്പിഡ് അവയർനെസ് റേസിംഗ് ആൻഡ് ട്രെയിനിങ് ഓഫ് പേഴ്സണൽ ഇൻവോൾവ് ഇൻ ദ റെസ്പോൺസ് ആർ എസെൻഷ്യൽ. ഈ ഇത്തരം ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയി നിൽക്കുന്ന ആളുകൾ, അപ്പം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെയാണ് ഫസ്റ്റ് ലൈൻ കോവിഡ് വാരിയേഴ്സ് എന്ന് പറയുന്ന ആരോഗ്യരക്ഷാ മേഖലയിലുള്ള ഒരു പോലീസ്, അവരുടെയൊക്കെ ഒരു സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുക, അവരുടെയൊക്കെ ഒരു അവയർനെസ് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാകുന്നു. Government officials and service providers, including emergency responders, must be trained on the rights of PWDs and on risks associated to respiratory complications for people who have specific impairments. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. കാരണം റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, അവരുടെ അവകാശങ്ങൾ എന്താ, ഇത് ആരും നൽകുന്ന ഔദാര്യമല്ല, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയുടെയും അവകാശമാണ് എന്നുള്ള ബോധ്യം. അപ്പോൾ ഒരു ഡിസബിലിറ്റി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ആ വ്യക്തി അങ്ങ് ഓരം തള്ളപ്പെട്ടു പോകേണ്ട, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകേണ്ട ഒരാളല്ല. അപ്പൊ അത് പൊതുസമൂഹത്തിന്റെ ബോധ്യത്തിൽ തന്നെ അത് ഉണ്ടാകണം. പ്രത്യേകിച്ചും ഗവൺമെന്റ് ഒഫീഷ്യൽസ്, മറ്റ് സേവനദാതാക്കളായിട്ടുള്ളവർ, ഫ്രണ്ട് ലൈൻ കോവിഡ് കൊറോണ വാരിയേഴ്സ്, ഇവരെല്ലാവരും തന്നെ ഇതിൽ വളരെ സെൻസിറ്റീവ് ആകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം ട്രെയിനിങ് വളരെ സ്പെസിഫിക് ആയി ഈ മേഖലയിലുള്ളവർക്ക് നൽകേണ്ടതുണ്ട്. റൈസിംഗ് അവയർനെസ് ഓൺ സപ്പോർട്ട് ടു PWDs ഷുഡ് ബി എ പാർട്ട് ഓഫ് ഓൾ പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻസ്. അപ്പം ഇതും നമ്മൾ എത്ര കണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും ഭിന്നശേഷിക്കാരുമായിട്ട് ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. അത്തരം ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. അപ്പം ഈ മേഖലയിലുള്ള നാം ഓരോരുത്തരും തന്നെ ഒരു അഡ്വക്കസി റോൾ കൂടി ഏറ്റെടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടക്ഷൻ ക്യാമ്പയിൻസിലെല്ലാം നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, എത്ര ഉണ്ട് ഈ ഭിന്നശേഷിക്കാരുടെ കൂടെ ചേർത്ത് പിടിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന, അതിന്റെ തോത് എത്ര കുറവാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയുമ്പോൾ അതും നമ്മൾ കൂടുതൽ അവയർനെസ് എല്ലാം റേസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഫോർത്ത് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് all preparedness and response plan must be inclusive and accessible to women with disabilities. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരിൽ തന്നെ സവിശേഷ ശ്രദ്ധ ആവശ്യമുള്ളവരാണ്. അവരിലെ ഡബിൾ ബേർഡൻ എന്ന് പറയുന്ന പാർശ്വവൽകൃതരിലെ പാർശ്വവൽകൃതർ, വാർദ്ധക്യത്തിൽ നിൽക്കുന്നവർ, അതുപോലെ സ്ത്രീകളായിട്ടുള്ളവർക്കൊക്കെ അതിൻ്റെതായ കൂടുതൽ ശ്രദ്ധ പ്രത്യേകമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. എനി പ്ലാൻസ് ടു സപ്പോർട്ട് വുമൻ ഷുഡ് ബി ഇൻക്ലൂസീവ്. അതുപോലെ പ്രോഗ്രാംസ് ടു സപ്പോർട്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഷുഡ് ഇൻക്ലൂഡ് എ ജെൻഡർ പെർസ്പെക്റ്റീവ്. ഈ ജെൻഡർ സെൻസിറ്റിവിറ്റി എല്ലാം ഭിന്നശേഷിക്കാരായ വ്യക്തികളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്ന സമയങ്ങളിൽ പോലും ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ പെർസ്പെക്റ്റീവ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഉദാഹരണത്തിന് എന്റെ സംസാരത്തിൽ തന്നെ പലപ്പോഴും അദ്ദേഹം എന്നൊക്കെ ഒരു മെയിൽ ജെൻഡർ പ്രൊപ്പോണ്ടൻസ് പോലും ഇടയ്ക്ക് നേച്ചുറലി വന്നു പോകുന്ന ഇതുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ പെർസ്പെക്റ്റീവ് പോലും കീപ്പ് ചെയ്യേണ്ടതിന്റെയും ആവശ്യകത വളരെ വലുതാണ്. ഫിഫ്ത്ത് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് നോ ഡിസബിലിറ്റി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആൻഡ് അബാൻഡൻമെന്റ് ഈസ് അക്സെപ്റ്റബിൾ. ഭിന്നശേഷിത്വത്തിൻ്റെതായ കാരണത്താൽ ഒരു അബാൻഡൻമെന്റോ അല്ലെങ്കിൽ ഒരു ക്ലോസ് സ്പേസ്, പിന്നെ അവരെ മാറ്റി നിർത്തപ്പെടുന്നതായ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. Persons with disabilities should not be institutionalized as a consequence of quarantine procedure beyond the minimum necessary to overcome the sickness stage and on an equal basis with others. ഇതൊക്കെ തുല്യനീതി, തുല്യ അവകാശം ഉറപ്പാക്കുക എന്നുള്ളത് അത് എന്ത് കാരണത്താലാണെങ്കിലും, ഇപ്പൊ ക്വാറന്റൈൻ ആണ്, ഭിന്നശേഷിയുള്ള ആളായതുകൊണ്ട് എന്നാൽ കുറച്ചുകൂടെ അധികമാക്കാം, അങ്ങനത്തെ ഒരു നിലപാടും ഒരു കാരണവശാലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്ന വ്യക്തമായ നിലപാടുകൾ സർക്കാരുകൾക്കും മെഷീനറികൾക്കും ആവശ്യമാണ്.
Any disruption in social service should have the least impact possible on persons with disabilities and should not entail abandonment. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ സ്ട്രെസ് ചെയ്യണം അവർ വീണ്ടും. സപ്പോർട്ട് ഫാമിലി ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക് ഇൻ കേസ് ഓഫ് ബീങ് ക്വാറന്റൈൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ അതർ നെറ്റ്വർക്ക്സ് ഓഫ് സർവീസ്. അപ്പോൾ ക്വാറന്റൈനിലൊക്കെ പോകേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഫക്റ്റീവ് വാക്സിൻ വന്ന് വലിയൊരു പോപ്പുലേഷൻ വാക്സിനേറ്റഡ് ആവാത്തിടത്തോളം ഈ രോഗം പടരുകയും 60-70% എങ്കിലും പോപ്പുലേഷനെ ബാധിച്ചിട്ടേ ഇത് തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ അതിൽ നല്ലൊരു ശതമാനം ഭിന്നശേഷിക്കാരും ഇതിൽ ബാധിക്കപ്പെടും. അപ്പോൾ പലരും എക്സ്പോസ്ഡ് ആവുന്ന ഒരു ക്വാറന്റൈനിൽ പോകേണ്ട അവസ്ഥ വരും. ആ സമയങ്ങളിൽ ഫാമിലി ആൻഡ് സോഷ്യൽ നെറ്റ്വർക്ക് സപ്പോർട്ടിനായിട്ട് സവിശേഷമായി നമ്മൾ എൻഷോർ ചെയ്തില്ലെങ്കിൽ അത് അവരുടെ മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും തന്നെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുപോലെ 6th സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസിൽ അവർ പറയുന്നത് അഗൈൻ ക്വാറന്റൈൻ സമയത്ത് സപ്പോർട്ട് സർവീസസ്, പേഴ്സണൽ അസിസ്റ്റൻസ്, ഫിസിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആക്സസിബിലിറ്റി മസ്റ്റ് ബി എൻഷുർഡ്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡിസബിലിറ്റി സെക്ടറിൽ പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് ഇതിന്റെ ഒരു അഡ്വക്കസി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇത് പറഞ്ഞില്ല എങ്കിൽ മറ്റാരും ഇത് പറയാനുണ്ടാവില്ല. കാരണം ഓൾറെഡി ഭിന്നശേഷിയുള്ള വ്യക്തികൾ പാർശ്വവൽക്കൃതരായിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് അവരുടേതായ വോയിസ് ഓൾറെഡി ഫീബിൾ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശക്തമായി വോയിസ് ചെയ്യേണ്ട, അഡ്വക്കസി നടത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ ക്വാറന്റൈനിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്സസിബിലിറ്റി ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതും പ്രധാന കാര്യമാണ്. Quarantine PWDs must have access to interpretation and supportive services either through externally provided services or through their family and social network. അപ്പോൾ അഗൈൻ ഈ ക്വാറന്റൈനിൽ ആക്സസിബിലിറ്റി പരമാവധി വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ റെക്കമെൻഡേഷനിലൂടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ പറയുന്നത്. പേഴ്സണൽ അസിസ്റ്റൻസ്, സപ്പോർട്ട് വർക്കേഴ്സ് ഓർ ഇന്റർപ്രറ്റേഴ്സ് ഷാൽ അക്കമ്പനി ദം ഇൻ ക്വാറന്റൈൻ അപ്പോൺ ബോത്ത് പാർട്ടീസ് അഗ്രിമെന്റ് ആൻഡ് സബ്ജക്ട് ടു അഡോപ്ഷൻ ഓഫ് ഓൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്. ഇതൊരു പ്രധാന കാര്യമാണ്. കാരണം പലപ്പോഴും ക്വാറന്റൈനിൽ പോകുന്ന ഒരു പരസഹായം ആവശ്യമുള്ള, പരിചാരകന്റെ ആവശ്യമുള്ള ഒരു വ്യക്തി ആണെങ്കിൽ എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിച്ചുകൊണ്ട് തന്നെ പരസ്പരം സമ്മതപ്രകാരം ഒരു കെയർ ഗീവർ കൂടി ഇത്തരം വ്യക്തികൾക്ക് ക്വാറന്റൈനിൽ പോകുമ്പോൾ പോലും നൽകാൻ ഉതകുന്ന സംവിധാനം ഉണ്ടാകണം എന്ന ഒരു ശ്രദ്ധേയമായ റെക്കമെൻഡേഷൻ കൂടി ഈ അന്താരാഷ്ട്ര കൺസോർഷ്യം നൽകുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ അസിസ്റ്റൻസ്, സപ്പോർട്ട് വർക്കേഴ്സ് ഓർ ഇന്റർപ്രറ്റേഴ്സ് ഷുഡ് ബി പ്രൊആക്റ്റീവ്ലി ടെസ്റ്റഡ് ഫോർ COVID-19 ടു മിനിമൈസ് ദ റിസ്ക്. അപ്പോൾ ഈ ഭിന്നശേഷി വ്യക്തികൾ മാത്രമല്ല, അവരുടെ പരിചാരകരായിട്ടുള്ള വ്യക്തികൾ കൂടി പരമാവധി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന, ഈ രോഗത്തിന്റെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി നടത്തുന്നത് വളരെ നല്ല കാര്യമായിരിക്കും എന്നും ഈ റെക്കമെൻഡേഷനിൽ അവർ പറയുന്നു. റിമോട്ട് വർക്ക് ഓർ എഡ്യൂക്കേഷൻ സർവീസസ് മസ്റ്റ് ബി ഈക്വലി ആക്സസിബിൾ ഫോർ എംപ്ലോയീസ്, സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പോൾ അഗൈൻ നമ്മൾ ഈ പറഞ്ഞ പോലെ പഠന സംബന്ധമായ കാര്യമാവട്ടെ, തൊഴിൽ സംബന്ധമായ കാര്യമാവട്ടെ, അതിലെല്ലാം തുല്യത ഉറപ്പാക്കാൻ സാധ്യമാകേണ്ടതുണ്ട്. 7th set of recommendations, measures of public restrictions must consider PWDs on an equal basis with others. അത് മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ തന്നെ അത് അവകാശമാണ്. എന്ത് കാര്യവും മറ്റേതൊരു വ്യക്തിയെ പോലെ തുല്യാവകാശം, തുല്യനീതിക്ക് അർഹമാണ് PWDs എന്ന് ഉത്തമ ബോധ്യത്തിൽ വേണം ഓരോ പ്രവൃത്തിയും, ഈ പ്രത്യേകിച്ചും ഈ ഒരു പാൻഡമിക്കിന്റെ ഘട്ടത്തിൽ പോലും ഉണ്ടാകേണ്ടത്. In case of public restriction measures, PWDs must be supported to meet their daily living requirements, including access to food, ഹൗസിംഗ്, ഹെൽത്ത് കെയർ. അപ്പോൾ അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും ലഭ്യമാകുന്നു, അത് ശരിയാവണ്ണം നടക്കുന്നു എന്ന രീതിയിൽ എൻഷുർ ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഗവൺമെന്റ് പ്ലാനേഴ്സ് മസ്റ്റ് കൺസിഡർ that mobility and business restrictions disproportionately impact persons with reduced mobility and other persons with disabilities. ഇപ്പോൾ പലപ്പോഴും ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക്, പ്രായമായ ആളുകൾക്കൊക്കെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഷോപ്പുകൾ, അവർക്ക് വേണ്ടി മാത്രം സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സേവന സംവിധാനങ്ങളും സ്പെസിഫിക് സമയങ്ങളിൽ മറ്റാർക്കും പ്രവേശനമില്ലാതെ ഇവർക്ക് മാത്രം ആക്സസിബിൾ ആവുന്ന സമയങ്ങളൊക്കെ ഇതാകുന്നത്. അപ്പോൾ ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും വളരെ റീസെന്റ് ഓൾഡ് ഏജിലുള്ള വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള സേവനങ്ങൾ നൽകിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മറ്റ് ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് കൂടി ആപ്ലിക്കബിൾ ആവുന്ന വിധത്തിൽ ഇത്തരം ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. Providers of support services must have the personal protective equipments and instructions needed to minimize exposure. അപ്പം ഇത്തരം ഇവരെ സഹായിക്കുന്ന, ഭിന്നശേഷിയുള്ള വ്യക്തികളെ സഹായിക്കുന്നതും അവരുടെ പരിചാരകരായിട്ടുള്ളവർക്കും എല്ലാം തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അത് അവരുടെ ഈ രോഗം വരാതെ സൂക്ഷിക്കാനുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, അത് മാസ്ക് ആയാലും ഗ്ലൗസ് ആയാലും, ഇപ്പോൾ ഹൈ റിസ്ക് ഗ്രൂപ്പിലാണെങ്കിൽ PPE കിറ്റ് തന്നെയാണെങ്കിലും ഹാൻഡ് സാനിറ്റൈസേഷൻ ആണെങ്കിലും എല്ലാം കൃത്യമായും അവർ ഇൻഫോംഡ് ആയിരിക്കുക, അവർ ഏറ്റവും മിനിമം എക്സ്പോഷർ ഉണ്ടാവുക, ഇത്തരം കാര്യങ്ങളെല്ലാം എക്യുപ്ഡ് ആയിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ ഭക്ഷണ സാധനങ്ങളുടെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, ഫുഡ് ഓർ ഹൈജീൻ പ്രൊഡക്ട്സിന്റെ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് മെഷേഴ്സ് മസ്റ്റ് ബി ടേക്കൺ ടു എൻഷുർ ദാറ്റ് PWDs ആർ നോട്ട് ലെഫ്റ്റ് ഔട്ട്. കാരണം അവരാണ് ഏറ്റവും ആദ്യം ബാധിക്കപ്പെടുന്ന ഒരു വിഭാഗം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഒരു ഭക്ഷ്യക്ഷാമത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അത് ഇവരെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഭരണകൂടങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എനി പ്രോഗ്രാം ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഷുഡ് ബി ഡിസബിലിറ്റി ഇൻക്ലൂസീവ്. എന്ത് കാര്യം മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന് വേണ്ടി തയ്യാറാക്കുന്നതാണെങ്കിലും തീർച്ചയായിട്ടും ഭിന്നശേഷിയുള്ള വ്യക്തികൾ കൂടി അത്തരം പദ്ധതിയിൽ ഉൾപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു, ഇപ്പം തീർത്തും ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്നതാണെങ്കിൽ കേവലം സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുത്താൽ മാത്രം ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ നേരിട്ട് ആവശ്യം തന്നെ എത്തിച്ചു കൊടുക്കുന്നത്, അവരുടെ ആവശ്യം എന്താണോ അതിപ്പം മരുന്നാണെങ്കിൽ മരുന്ന് തന്നെ എത്തിച്ചു കൊടുക്കുക, ഭക്ഷണ സാധനങ്ങളാണെങ്കിൽ അത് തന്നെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ ഉള്ള പ്ലാനിങ് ആവശ്യമായി വരുന്നു എന്നും സവിശേഷ ശ്രദ്ധ അർപ്പിക്കേണ്ടതുണ്ട്. When ill COVID-19 persons with disabilities may face additional barriers in seeking health care. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ പരിരക്ഷയുടെ ആക്സസ് ഭിന്നശേഷിയുള്ളവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക. 8ാമത്തെ സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ
ഒരു കാരണവശാലും ആരോഗ്യ പരിരക്ഷ ആവശ്യമുള്ള ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ കാരണത്താൽ പ്രയോറിറ്റി, ഭിന്നശേഷി ഉണ്ട് ഈ വ്യക്തിക്ക് എന്ന കാരണത്താൽ പ്രയോറിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ മെസ്സേജസ് മസ്റ്റ് ബി റെസ്പെക്ട്ഫുൾ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി. അത് ഒരിക്കലും ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയെ ആ ഒരു ബഹുമാനം നഷ്ടമാകുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട് നഷ്ടമാകുന്ന രീതിയിൽ ഒരിക്കൽ പോലും ഒരു പരാമർശം പോലും ഉണ്ടാകാൻ പാടില്ല. ഒരു തരത്തിലും ഡിസ്ക്രിമിനേഷനും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാനും പാടില്ല. അത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. പക്ഷേ സവിശേഷ ശ്രദ്ധ എല്ലാ മേഖലയിൽ നിന്നും അർപ്പിക്കപ്പെടേണ്ട കാര്യമാണ്. Institutions to healthcare personnel should highlight equal dignity for persons with disabilities. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണത്. പിന്നെ rapid awareness raising of key medical personnel is essential to ensure that persons with disabilities are not left behind or systematically deprioritized in the response to the crisis. അപ്പോൾ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അവയർനെസ് റൈസ് ഈ കീ മെഡിക്കൽ പ്രൊഫഷണൽസ്, ഈ ആരോഗ്യരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന കണ്ണികളായിട്ടുള്ളവർക്കെല്ലാം തന്നെ അവരുടെ അവബോധം, ഭിന്നശേഷിക്കാരെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന് ആവശ്യമുണ്ട്. Communication about the stage of the disease and any procedure must be with the person themselves and through accessible means and modes of communication. ഇപ്പോൾ നമ്മൾ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയെ ആരോഗ്യകാര്യത്തിനായിട്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലാതെയോ ആശുപത്രി ഇതാക്കുന്ന പക്ഷം ആ എന്ത് പ്രൊസീജിയറാണ് ആ വ്യക്തിയിൽ ചെയ്യുന്നതെന്ന് കൃത്യമായും ആ വ്യക്തിക്ക്, ഭിന്നശേഷിയുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഭിന്നശേഷിത്വം ഒരു പരിമിതിയാകാതെ കൃത്യമായി പുട്ടക്രോസ് ചെയ്യാൻ പാകത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകനോ പ്രവർത്തകയോ സജ്ജമായിരിക്കണം അവരുടെ അറിവിൽ എന്നുള്ളത് പ്രധാനമാണ്. 9th സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസിൽ ഈ അന്താരാഷ്ട്ര കൺസോർഷ്യം പറയുന്നത് ഇത്തരം ഓർഗനൈസേഷനുകൾക്ക് എത്ര വലിയ റോൾ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓർഗനൈസേഷൻസ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ക്യാൻ ആൻഡ് ഷുഡ് പ്ലേ എ കീ റോൾ ഇൻ റൈസിംഗ് അവയർനെസ്. അതുപോലെ തന്നെ പ്രിപ്പയർ COVID-19 ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡൻസ് ഇൻ വേരിയസ് ആക്സസിബിൾ ഫോർമാറ്റ്സ്. കാരണം ഇത്തരം സംഘടനകളെല്ലാം തന്നെ ഇത്തരം ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന വ്യക്തികളുടെ സംഘടനകളാണ് മെജോറിറ്റി. അല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനകളാവാം, അല്ലെങ്കിൽ ഇത്തരം ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനയാവാം. അപ്പൊ അവർക്ക് വ്യക്തമായ ബോധ്യവും ധാരണയും ഉണ്ടാകും എന്തെല്ലാമാണ് ആവശ്യകത. അപ്പൊ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വേരിയസ് ആക്സസിബിൾ ഫോർമാറ്റ്സിൽ, അതും ലോക്കൽ ലാംഗ്വേജസിൽ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡൻസും ഇനിയും ഏറെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ തന്നെ നിലവിൽ ഇത്തരം ഒരു കോവിഡ് സംബന്ധിച്ച ഈ ഒരു മഹാമാരി സംബന്ധിച്ച അറിവ് എത്ര കണ്ട് ഇത്തരം ആളുകളിലേക്ക് എത്തിക്കാൻ നമ്മൾ എഫക്റ്റീവായിട്ട് സാധിക്കുന്നു എന്ന് നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ തന്നെ എത്ര അഭാവം ഇതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽപ്പ് എസ്റ്റാബ്ലിഷ് പിയർ സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ടു ഫെസിലിറ്റേറ്റ് സപ്പോർട്ട് ഇൻ കേസ് ഓഫ് ക്വാറന്റൈൻ. ക്വാറന്റൈനിലുള്ള വ്യക്തിയാണെങ്കിലും അവരുടെ ഒരു പിയർ ഗ്രൂപ്പിന്റെ ഒരു സപ്പോർട്ട്, ഒരു സൗഹൃദ വലയത്തിന്റെ സപ്പോർട്ട് വളരെ സഹായകമാകുന്നു. ഓർഗനൈസ് ട്രെയിനിങ് ഓൺ ഡിസബിലിറ്റി ഇൻക്ലൂഷൻ ഫോർ റെസ്പോണ്ടേഴ്സ്. Compile and updated list of accessible healthcare and other essential services providers in each area. ഇത്തരത്തിലുള്ള ഈ ഒരു റെഡി റെക്കണറായിട്ട് ഇത്തരം സേവനങ്ങളുടെയൊക്കെയും ഡീറ്റെയിൽ അടങ്ങുന്ന ലിസ്റ്റുകൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇവർക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ അതേറെ സഹായകരമായിരിക്കും. 10th സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻസ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി ക്യാൻ ആൻഡ് ഷുഡ് പ്ലേ എ കീ റോൾ ഇൻ അഡ്വക്കേറ്റിംഗ് ഫോർ ഡിസബിലിറ്റി ഇൻക്ലൂസീവ് റെസ്പോൺസ് ടു COVID-19 ക്രൈസിസ്. അത് തന്നെയാണ് ഇപ്പം നമ്മളും ഈ ഒരു സെഷനിലൂടെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു സീരീസ് ഓഫ് വെബിനാറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതും ഈ ഒരു അഡ്വക്കസി എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഭിന്നശേഷിക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വോയിസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഭരണകർത്താക്കളിലേക്കോ ഭരണകൂടങ്ങളിലേക്കോ പൊതുസമൂഹത്തിന്റെ ബോധങ്ങളിലേക്കോ ഒക്കെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. Proactively reach to all related authorities, including health system, national media, the crisis response headquarters and education authorities. അവിടെയെല്ലാം ഇത് എത്തിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ അതോറിറ്റീസിനെ സെൻസിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടൈലേർഡ് പ്രാക്ടിക്കൽ ടിപ്സ്, എങ്ങനെ ഇതിനെ മറികടക്കാൻ ഭിന്നശേഷിക്കാരെ സഹായിക്കാം എന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രാക്ടിക്കൽ ടിപ്സ് നൽകാൻ ശ്രമിക്കുക എന്നതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഒരു ഓവർവ്യൂ ആണ് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പറഞ്ഞ പോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ സ്പെസിഫിക് മേഖലയെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യും. പറഞ്ഞ ഒരുപാട് വലിയ ശാസ്ത്രീയ സത്യങ്ങളൊന്നുമല്ല, പലതും നമ്മുടെ കോമൺ സെൻസിൽ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, എത്ര സെൻസിറ്റീവായി അപ്രോച്ച് ചെയ്യണം, എത്ര പരമാവധി ആളുകളിലേക്ക് അവയർനെസ് എത്തിക്കാൻ ഇതെല്ലാം ചെയ്യണം എന്നെല്ലാം പ്രത്യേകിച്ചും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ICMR പോലെ ഇത്ര ആധികാരികമായിട്ടുള്ള ഒരു ഓൾ ഇന്ത്യ ബോഡി ഇത്ര വലിയൊരു ഡോക്യുമെന്റ് തയ്യാറാക്കിയതും. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ 10 വെബിനാറുകളായിട്ട് ഇത് ചെയ്യാനായിട്ട് CRC ഉദ്ദേശിച്ചത്.